ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് അഖിൽമാരാരുടെയും വൈഫ് രാജലക്ഷ്മിയുടെയും ഒരു വീഡിയോ കണ്ടു നോക്കാം. രണ്ടുപേരും കൂടി ഒരുമിച്ച് അഭിനയിക്കുന്ന പുതിയ ആടിന് വേണ്ടിയുള്ള ഈ വീഡിയോ നല്ല രസകരമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ആട് ഞാൻ അഖിൽമാരാരുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ആട് കണ്ട് അതിനെപ്പറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ട കുറേ മെസ്സേജുകളാണ് ഞാൻ ഇതോടൊപ്പം തന്നെ പിൻ ചെയ്ത് വെക്കുന്നത്. കാരണം അഖിൽമാരാരുടെ പേജിൽ വന്ന ആദ്യ കമൻറ്റ് തന്നെ ബിഗ് ബോസിലെ സെറീനയുടേതായിരുന്നു. അപ്പം അതിനെതിരെയാണ് അഖിൽമാരാരുടെ വീഡിയോ കാണുന്നതിലും കൂടുതൽ കമൻറ്റ് ഞാൻ ആ പേജിൽ കണ്ടത്. അതിലെ 1-2 കമൻറ്റുകൾ ഞാനിപ്പോൾ വായിക്കാം. കാരണം അഖിൽമാരാരുടെ ആ പേജിൻ്റെ തുടക്കം തന്നെ ചുരുണ്ട മുടിക്ക് പിന്നിലെ സൗന്ദര്യം എന്നാണ് വൈഫിനോട് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത്. അപ്പം അതിന് താഴെ സെറീനയുടെ ആദ്യ പോസ്റ്റ് ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ലുക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് സെറീന എഴുതി ചേർത്തിട്ടുണ്ട്, അഖിലേട്ടന് ഒരു മേക്ക് ഓവർ കൂടി ആകാമെന്ന്. അപ്പം ഇത് കണ്ട കമൻ്റ് എഴുതുന്നവരുടെ ആവേശം കണ്ട് ഞാൻ അത് മുഴുവൻ ഇരുന്ന് വായിക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ കണ്ട 1-2 കമൻറ്റുകളാണ് ഞാൻ താഴെ ചേർക്കുന്നത്. ആദ്യം കാണിച്ചിരിക്കുന്നത് തന്നെ, അഖിലിന് ഒരു മേക്ക് ഓവറിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ആയാൽ നിങ്ങൾ അഖിൽമാരാകില്ല, അഖിലിലെ പച്ചയായ മനുഷ്യനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യ കമൻറ്റ് കണ്ടത്. പിന്നെ അതും സെറീനയ്ക്കുള്ള മറുപടിയാണ് ആ കൊടുത്തിരുന്നത്. പിന്നീട് കമൻറ്റ് കുറച്ചുകൂടെ ഡോസ് കൂടിയതായിരുന്നു. കാരണം ആദ്യം തന്നെ സെറീനയ്ക്ക് മറുപടിയാണ് ഞാൻ കാണിച്ചിരുന്നത്. രണ്ടാമത് സെറീനെ ആക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്ന ഈ മെസ്സേജ് കൂടെ ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നു. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത്, മുണ്ടുപൊക്കി കാണിച്ചു എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ഓക്കെ, എന്താ സോപ്പിങ്, അത് സെറീനക്കിട്ട വെച്ച വെപ്പുമാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന കമൻറ്റുകൾ നമുക്കപ്പോൾ ആദ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവളുടെ മുടി നിങ്ങൾ കണ്ട, ഇത് ആരാടി ഈ പരുവത്തിലാക്കിയത്? ഇതറിയടി ഫാഷൻ പണി കാണിക്കാതെ. നിനക്ക് ആരാടി ഇതിന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്ത മുടി ഇങ്ങനെ ആക്കി? എന്റെ ഭാര്യയുടെ മുടി ഈ കോലത്തിലാക്കിയവന്റെ ചെബുക്കല്ല് അടിക്കാൻ തിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അവനെ ഞാൻ പരിചയപ്പെടുത്തി തരാവനെ. അപ്പൊ ഇതാണ് നിങ്ങൾ ഒരുപാട് പേര് ലക്ഷ്മിയോട് ചോദിച്ച ഈ ഹെയർ എങ്ങനെ ആക്കി എന്ന് ചോദിച്ചതിന്റെ ഉത്തരം നമ്മുടെ എന്റെ അഡ്രസ് ലിയോയുടെ ഡോറ എന്ന് പറയുന്ന ബ്യൂട്ടി സലൂണാണ് പ്രതീക്ഷിക്കുന്നത്. ലിയോ ഞാനെന്നൊരു 12 വർഷത്തിൽ എടുപ്പുണ്ട്. 2013 പഠിക്കുന്നു അല്ലേ? അപ്പൊ ഞാൻ ബേസിക്കലി ലിയോയെ കൂടെ പിടിച്ച് നിർത്തിയത് പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല. ലിയോയെ സംബന്ധിച്ച് USA-ലും കാനഡയിലും റഷ്യ, അമേരിക്ക, ഊട്ടി, കൊടൈക്കനാൽ, കോടമ്പാക്കം, മൈസൂർ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും കൂടി ഹെയർ സ്റ്റൈലിസ്റ്റ് പഠിച്ചാലാണ്. ഞാൻ തമാശ കൊണ്ടാണ് ഒരു വിദേശരാജ്യങ്ങളിലൊക്കെ പഠിച്ച എക്സ്പീരിയൻസ് കൂടാണ്. ഞാൻ സ്പെഷ്യലി USA-ലും കാനഡയിലും സിംഗപ്പൂരിലൊക്കെ പഠിച്ച അവിടെ കുറെ കാലം അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കൊച്ചിയിൽ വന്നിട്ട് 4-5 വലിയ ഷോപ്പുകളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫോറം മാളിലാണ്. ഇതേപോലെ കേരളത്തിലെ കൊച്ചിയിൽ പ്രധാനപ്പെട്ട 5 സ്ഥലത്ത് ലിയോയുടെ ഷോപ്പുണ്ട്. അതിനുവേണ്ടി വരാം. എനിക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു 20% ഓഫർ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.